വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 18. സോ നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്ന ആളുടെ പേരാണ് എഫ് ഗെയിമിംഗ് ബ്രോ. അല്ല, എഫ് ഗെയിമിംഗ് OG എന്നാണ് ഒരു ബ്രോയുടെ പേര്. നമ്മുടെ ഒരു യൂട്യൂബറാണ്. പുള്ളിയുടെയും ചാനൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതും പോയി ചെക്ക് ചെയ്യാം. എഫ് ഗെയിമിംഗ് _OG. സോ നിങ്ങളുടെ പേര് ഇതിനകത്തിൽ വരാൻ വേണ്ടി നിങ്ങളുടെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പേര് കറക്റ്റ് ഇതിലെടുത്തിട്ടോളാം. ആൾ ഫുള്ള് നമ്മളൊരു ഗ്രാസ് വെച്ചൊക്കെ, ഫുള്ളല്ല, ഒരു മലയുടെ പാർട്ടായിട്ട് നമ്മൾ ബ്ലെൻഡ് ആക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഗ്രാസ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അങ്ങോട്ട് തൂക്കാം ഗൈസ്. ഗ്രാസ് ബ്ലോക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് ഗ്രാസ് അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. വേറെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതേണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഗ്രാസൊക്കെ അത്യാവശ്യത്തിനുണ്ട്. സോ ഇനി നമുക്ക് അതൊന്ന് ടെറാഫോം ചെയ്ത് അവിടെ നിന്നൊരു സ്റ്റെപ്പ് നമുക്ക് താഴോട്ട് കൊടുക്കണം ഗൈസ്. സോ അത്രയാണ് ഇന്നത്തെ പണി. സോ നമുക്ക് ടെറാഫോമിങ് നേരെ തുടങ്ങാം ഗൈസ്. മേളിലെത്തട്ടെ. ആൻഡ് ഇവിടം വരെ നമുക്ക് എന്തായാലും വേണം ഗൈസ്. ഇവിടം വരെ മതി. ഇവിടുന്ന് വേണ്ടി താപ്പ്. ഓക്കെ. ഇതെങ്ങനെ ചെയ്യണേന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യണേ. ഇതെപ്പറാ? ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടെറാഫോമിങ് പോലെ ആവുകൂടി. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കാം. അതൊക്കെ, ഇതൊക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ ഇത്ര ഏരിയ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് കാണാം ഗൈസ്. പാർട്ട് ഓഫ് ടെറാഫോമിങ് ഞാൻ കഴിഞ്ഞതാണ്. ഇത് നൈസായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല ഗൈസ്. ഇനി ഇതിൽ ഇച്ചിരി കൂടെ ഫ്ലാറ്റ് ആക്കാന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു മല, ഒരു താഴെ നോക്കുമ്പോൾ ഒരു വൈബ് അങ്ങ് പോകും ഗൈസ്. ഈ ഒരു മല പൊങ്ങിക്കുന്ന കാണുമ്പം നമ്മൾ അങ്ങോട്ടേ പെട്ടെന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്ലാറ്റ് ആക്കുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഇത്രയും ചെയ്തത് ഒരു കണ്ട ഒരു മലയുടെ പാർട്ടാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോ ഇറങ്ങുന്ന ദിവസം തന്നെ ആയിരിക്കും നമ്മുടെ വാഴ ട്രോൾസിൽ എലക്ഷൻ നടക്കുന്നത്. സോ മാക്സിമം എല്ലാവരും പോയിട്ട് എനിക്ക് ഒന്ന് എലക്ട് ചെയ്യടാ, എന്നെ ഒന്ന് വോട്ട് ചെയ്ത് ജയിപ്പിടാ. വീഡിയോ ഇറങ്ങുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഈ ഒരു ഇൻസ്റ്റേഡ് ഇത് കൊടുത്തേക്കാം. സോ അതിലാണ് എലക്ഷൻ നടക്കുന്നത്. നമ്മുടെ ഗെയിമിംഗ് ബ്രോയുടെയാണ് ചാനൽ. സോ അതിലാണ് എലക്ഷൻ നടക്കുന്നത്. ചാനലല്ല, ഇൻസ്റ്റ അക്കൗണ്ടാണ്. സോ അതിലാണ് എലക്ഷൻ നടക്കുന്നത്. നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മേയറായിക്കഴിഞ്ഞാൽ നമ്മൾ സുധീനെ കൊണ്ടുവരും ഗൈസ്. എന്നാണ് ആര് കൊണ്ടുവരും? നമ്മുടെ സോണൊക്കെ ആണെങ്കിൽ ഡ്രീമിനെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ തട്ട് താന്നിരിക്കണ്ടല്ലോ, നമ്മളതുകൊണ്ട് സുധീനെ പിടിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതൂടെ ഒന്ന് ടെറാഫോം ആക്കട്ടെ. ഫുള്ളി ടെറാഫോം ചെയ്തെന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് ചെന്ന് കാണിക്കാം. ഇവിടെ നിന്ന് ട്രാപ്പ് ഡോറൊക്കെ പൊങ്ങിക്കുന്നു. എന്തേലും സംഭവിച്ചാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറയണം, ഇത് ഞാനാണ് ഇവിടെ ഒരു മല തുരന്നിട്ട് വേറെ ബിൽഡ് വെച്ച് പിന്നെ പൂട്ടിയാന്ന് നിങ്ങൾ പറയില്ലേ? കമൻറ്റ് ചെയ്യല്ലേ ഗൈസ് കേട്ടോ. ഞാൻ അങ്ങനെ പറയില്ലേ. കണ്ടാൽ ടെറാഫോമി നല്ല കിടിലൻ സ്ഥലം അങ്ങനെ പറയാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഇത്രയും കണ്ടിട്ട് എങ്ങനെയുണ്ട്? ടെറാഫോമി ഇതൊരു ഏരിയ പോലെ തോന്നുന്നില്ലേ? എനിക്ക് നന്നായിട്ട് ഫീൽ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ആവണേന്നൂടെ ഒന്ന് താഴെ കമൻറ്റ് അടി. ഇത് ടെറാഫോം അല്ലേ? ആണാണ്. ഞാൻ ഇവിടെയും കൂടി ഇച്ചിരി ടെറാഫോം ആക്കി. ഈ താഴെ വരെ അങ്ങനെ ചെയ്തു പോകാൻ പറ്റുന്നില്ല ഗൈസ്. ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയോട് തോന്നണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് ഒതുക്കി. ഇപ്പം നൈസല്ലേ? ഓക്കെ, ഇപ്പം സെറ്റല്ലേ? ഇനി അവിടെ ഇച്ചിരി ഗ്രാസ് കൂടെ സ്പ്രെഡായി കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. കണ്ട ഇപ്പോൾ ഒരു ചെറിയ കേവ് അല്ല, ഒരു മലയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നൊരു വൈബുണ്ട്. പിന്നെ എനിക്ക് വലിയ ടെറാഫോമിങ് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇച്ചിരൂടെ വലിയ മലയായിരുന്നു നൈസ് ലുക്കായിരുന്നു. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ വരുന്നതെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒക്കെ പണിയുണ്ട്. നമുക്ക് സൈഡൊക്കെ ഇച്ചിരൂടെ ഒന്ന് ചെത്തി മിനുസി എടുക്കണം. ഇത് ഇച്ചിരി ഏരിയ തന്നെ, ഇത്ര ഏരിയ നമുക്കൊന്ന് ചെത്തണം. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ബിൽഡൊക്കെ ഉണ്ട്, ബിൽഡ് ചെയ്യാനുണ്ട് ഗൈസ്. പിന്നെ ഇവിടുന്ന് ഒരു പില്ലർ പോലൊക്കെ സെറ്റാക്കണം. സോ ഒരിച്ചിരി പണിയുണ്ട്. സോ ഞാൻ അതുകൂടെ ഒന്ന് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ഈ കൈവരി എടുത്തു.
ഈ ലാൻഡേൺ അങ്ങോട്ട് വെച്ച് തുടങ്ങിയാൽ മതി. ലാൻഡേൺ വെക്കാനായിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക, ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ കുറച്ച് ബ്ലോക്ക് ഒന്ന് വെട്ടി മാറ്റണം, അത് ചെറിയ പണിയുണ്ട്, അതും ചെയ്യണം. ഇത്രേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല വേറെ. ഓക്കെ, ഇങ്ങനെ ലാൻഡേൺ വെച്ച് ഇവിടെയും കൂടെ ഒരെണ്ണം, ആൻഡ് ഇപ്പുറത്തേയും കൂടെ ചെന്നിട്ട് ഇവിടെ ഒരെണ്ണം, പിന്നെ ആൻഡ് ഈ ടോപ്പിൽ ഇവിടെയും ഇവിടെ വേണ്ട, ഇവിടെ നമുക്ക് വേറൊരു ചെറിയ പണിയുണ്ട്. സോ അവിടെ നമുക്ക് ആഡ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെട്ടോ ആയിട്ടുണ്ട്, വെട്ടോ സെറ്റായി. സോ ഇപ്പോൾ ഇത്ര ഏരിയ അത്യാവശ്യം നൈസായി വരുന്നുണ്ട്, പിന്നെയും നൈസ് ആകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലി അവിടെ മാപ്പ് കൂടെ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനി വലിയ പരിപാടിയൊന്നും ഇല്ല. ഇനി ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ്, എനിക്കൊരു ഗ്ലാസിൻ്റെ ഇവിടെ ചെയ്യാണ്ട് 2 പൂവൊക്കെ വെച്ച് പറിച്ച് നടാനുള്ള ഒരു സംഭവമാണ്, അത് നമുക്ക് ചെയ്യാം. അതായത് നൈസായിട്ടും കുറച്ച് പച്ചപ്പ് കൊണ്ടുവരുന്ന പരിപാടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നൈസായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പൂവും കുറച്ച് ഡെക്കറേഷനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നൈസായിരിക്കും എന്നാണ് ഞാൻ, അപ്പുറത്തെ സൈഡ് നൈസായിരുന്നു, അപ്പോൾ ഇപ്പുറത്തൂടെ ചെയ്യുമ്പോൾ നൈസായിരിക്കുമല്ലോ. ഒരു പൂ. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അവിടെ ഭയങ്കര പ്ലെയിനായിട്ട് കിടക്കുന്നു. അത് കുഴപ്പമില്ലല്ലേ. ഓക്കെ, ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു ലുക്ക്, നമ്മളെന്താ വലിയ എന്തെങ്കിലും സംഭവത്തോട്ട് കയറുന്ന ഒരു ലുക്ക് വരുന്നുണ്ട് ഗൈസ്. ആൻഡ് നമ്മൾ മേളിലോട്ട് കയറി നോക്കുവാണെങ്കിലും അതേ ഒരു നമുക്ക് ഇത് കിട്ടും ഗൈസ്. കാരണം നമ്മളൊരു ടെറാഫോമിങ് ചെയ്തതിന് ശേഷം അത് നല്ല കിഡിലായിട്ടൊരു വേൾഡ്. ആൻഡ് ഇപ്പോൾ ഇവിടെ ഒരു നല്ല പ്ലെയിൻ വൈബ് ഉണ്ട്. നമുക്ക് ഒരു ഇച്ചിരി ബോൺ മീലൂടെ കൊണ്ടുവന്ന് ബോൺ മീലൂടെ ചെയ്യാം ഗൈസ്. ഓഹ്, പൂവൊന്നും വന്നില്ലേ. ആൻഡ് ഇവിടെയും കൂടെ ഈ ബ്ലോക്ക് ഒന്ന് മാറ്റി. ഓക്കെ, അപ്പുറത്തെ സൈഡ് ഒന്ന് ചെയ്യട്ടെ. ഇവര് പൂവൊക്കെ വാടി. എനിക്കിതാ വേണ്ടേ, പൂവൊക്കെയാ വേണ്ടേ. ഒരെണ്ണം കൂടെ ഒരു ബോൺ വീലുണ്ട്, ഇവിടെയും കൂടെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അല്ല ഓക്കെ, ഇപ്പോൾ ഒരു നാച്ചുറൽ വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ട അതിന് നമുക്ക് നമ്മുടെ ഒരു മാപ്പ് വാളോടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എഴുതിയ ഒരു യൂട്യൂബർ ആണ്, എഫ് ഗെയിമിംഗ് ആണ്, യൂട്യൂബർ ആണ്. സോ പുള്ളിയുടെ ചാനലിലൂടെ പോയി ചെക്ക് ചെയ്യും. ഇങ്ങനെയായിരുന്നു നേരത്തെ നമ്മുടെ ഒരു ട്രേഡിംഗ് ഹാൾ ഇരുന്നത്. ഇപ്പോൾ നമ്മൾ കയ്യിലോട്ടെടുത്ത് തിരിച്ച് വെക്കുമ്പോൾ കണ്ട ഒരു ഗ്രാൻഡ് വൈബ് നമുക്ക് അവിടെ കിട്ടി തുടങ്ങി. കണ്ട ഇത്രയും കിടില സംഭവം നമുക്കവിടെ വന്നു. സോ ഇനി നമുക്ക് പോയിട്ട് അങ്ങോട്ട് നേരെ ഔട്ട്ഡോർ കഴിയാം. സോ നമ്മൾ പതിയെ നമ്മുടെ ഒരു വേൾഡ് നമ്മൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം കാണാൻ നൈസായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ വേൾഡ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ അങ്ങോട്ട് തന്നെ ഔട്ട്ഡോർ പറയാം. ഓക്കെ, ഇനി മേലോട്ട്. ഓക്കെ, സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ആൻഡ് നമ്മുടെ വാഴ ട്രോൾസിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ ചെക്ക് ചെയ്യുക. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. Yeah, I'm the king when I'm in the rain. I'm a G when I'm in the vein. Gone pics on a middleman. Ain't nothing but a gold thing.